ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ, OHP ഗ്ലാസ് ഷീറ്റ് അതുകൊണ്ടൊരു ബട്ടർഫ്ലൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് വീതിക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ഇതിനെയാണ് നമ്മൾ ഒരു സൈഡിൽ ഒരു പിന്നെ ചിറകിന് വേണ്ടിയിട്ടാണ് ഇത് ഇന്നിപ്പം ഞാൻ ഇത് ചെയ്യുന്നത് കംപ്ലീറ്റ് ഞാൻ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കുന്നതെല്ലാം ഇതുപോലെ സെല്ലോ ടേപ്പ് നീറ്റായിട്ട് എടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ നമ്മൾ ബോട്ടിൽ റൗണ്ട് അല്ലേ ചെയ്തത്. ഇതിപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇതുപോലെ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ, അതായത് റൗണ്ടിൻ്റെ ആ സെൻറ്ററിൽ പിടിച്ച് നല്ലതുപോലെ ടൈറ്റായിട്ട് വെക്കുമ്പോൾ തന്നെ ആ ഒരു സെൻറ്ററിൽ ഷേപ്പ് കിട്ടും. പിന്നെ ആ രണ്ട് സൈഡും പിടിച്ച് അമർത്തുമ്പോൾ അമർത്തുമ്പോൾ ഈ ഒരു നീളത്തിൽ പരന്ന ഒരു സൈഡും നമുക്ക് കിട്ടും. ഒരു സൈഡും ഒരു പരന്ന സൈഡും സെയിം അതേപോലെ തന്നെ വേറൊരെണ്ണവും നമ്മൾ കട്ട് ചെയ്ത് രണ്ട് ചിറകുകളാക്കി കഴിഞ്ഞ് ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആ സെൻറ്ററിലേക്കുള്ളൊരു ആ പുഴുവിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് അത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ആ ഒരു കട്ട് ചെയ്ത ഭാഗം മാത്രം, എന്നിട്ട് ഇതുപോലെ നീളത്തിൽ പിടിച്ച് ഞാൻ രണ്ട് സൈഡും ഒന്ന് അമർത്തി നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഗ്ലാസ് ഷീറ്റിൽ ചെയ്യുന്നതെല്ലാം മടക്കി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മടക്കി ചെയ്യുമ്പോൾ രണ്ട് സൈഡ് മടക്കുമ്പോൾ തന്നെ ഒരു ഷേപ്പ് പോലെ ഒരു കിളിയുടെ ഷേപ്പായിട്ട് വരും. നമ്മൾ വെറുതെ ഒന്ന് മടക്കി ചുരുട്ടി വെക്കുമ്പോൾ തന്നെ പല ഷേപ്പുകളും അത് മിന്നി മറിഞ്ഞു പോകും. ഇതിപ്പോൾ ഞാൻ കണ്ടില്ല, പുഴുവിൻ്റെ സെൻറ്ററിൽ വേണ്ടിയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു മടക്കിനെ തന്നെ നമുക്കിനി ഒരു ഷേപ്പാക്കി എടുക്കാനായിട്ട് ഇത് രണ്ട് സൈഡിലും വെച്ച് കഴിഞ്ഞ് ഇനി ആ ഒരു പുഴുവിൻ്റെ ഷേപ്പാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ആ ഒരു മടക്കിനെ ഒരു ഭാഗത്തെ മടക്കിനെ ഒന്ന് നിവർത്തിയിട്ട് ഇതുപോലെ പിടിച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഇതുപോലെ പിടിച്ചിട്ട് ആ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മടക്കിയാലേ അതൊരു റൗണ്ട് ഷേപ്പ്, ആ പുഴുവിൻ്റെ ഷേപ്പായി വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡ് ചെറുതായിട്ടൊന്ന് അമർത്തുന്നതേ ഉള്ളൂ. ആ ഒരു മുകൾ ഭാഗവും ഞാൻ ചെറുതായിട്ടൊന്ന് അമർത്തിയപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ വെറുതെ മടക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ മടക്കി താഴത്തെ ഭാഗം ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് അതങ്ങ് ഒട്ടിച്ച്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആ മുകളിലും സെല്ലോ ടേപ്പ് വെച്ച് റൗണ്ട് ചെയ്ത് അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ചെറിയൊരു പുഴുവിൻ്റെ ഷേപ്പ് ഇവിടെ ആയി കിട്ടി. അപ്പം ഒരു പുഴുവിൻ്റെ ഷേപ്പും രണ്ട് ചിറകുമായി. ഇനി നമ്മൾ അതിൻ്റെ താഴോട്ടൊരു ചെറിയ ചിറകിൻ്റെ ഷേപ്പ് ആക്കാനുള്ളത് പുഴുവിൻ്റെ കണ്ടില്ലേ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി ആ ഒരു ചിറക് ഇതിനോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. അതും ഞാൻ സെല്ലോ ടേപ്പ്, ഇത് കംപ്ലീറ്റ് ഞാൻ സെല്ലോ ടേപ്പാണ് പരമാവധി ചെയ്തത്. ഈ ഗ്ലാസ് ഒട്ടിക്കുക മാത്രമേ ഫെവിബോണ്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ രണ്ട് സൈഡിലൊരു ചിറക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നീളത്തിലുള്ളൊരു ഷീറ്റ് രണ്ടായിട്ട് കട്ട് ചെയ്ത് ആ ഒരു ഷീറ്റിനെ ഞാൻ ഒടിച്ച് മടക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ സെൻറ്റർ ആദ്യമേ ഞാൻ ഈ മടക്കി, പിന്നെ അതിനെ വീണ്ടും ഒന്നും കൂടി മടക്കുമ്പോഴാണ് ഈ ഷേപ്പ് കിട്ടുന്നത്. ഒന്നും കൂടി മടക്കുമ്പോൾ ആ ഒരു ഷേപ്പ് നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സെയിം. എന്നിട്ട് അത് സെല്ലോ ടേപ്പ് വെച്ച് ഇത് രണ്ട് തമ്മിൽ ജോയിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു പീസ് കട്ട് ചെയ്ത് അറിയാത്ത രീതിയിൽ അതങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ആ ഒരു ചെറിയ വിങ്സ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് നമ്മൾ ആദ്യമേ ആ നീളത്തിൽ കട്ട് ചെയ്തതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ വിങ്സ് പകുതി മടക്കി അതിനെ വീണ്ടും അതിൻ്റെ ഹാഫ് മടക്കിയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു സൈഡിൽ അതിൻ്റെ ഹാഫ് മടക്കി ഇനി അതിനെ തിരിച്ച് പിടിച്ച് വേറെ മറു സൈഡും അതിൻ്റെ ഒരു ഹാഫ് മടക്കും. ഈ രണ്ടും ഒരേപോലെ തുല്യമായിട്ടാണ് നമ്മൾ മടക്കിയിരിക്കുന്നത്. തുല്യമായിട്ട് തന്നെയാണ് കട്ട് ചെയ്തതും അതിനെ ഈക്വലായിട്ട് തന്നെയാണ് മടക്കിയിരിക്കുന്നത്. രണ്ട് സൈഡും ഈക്വലായിട്ട് മടക്കി ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടും. നമുക്കത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ സ്കെച്ച് വെച്ച് ലൈറ്റായിട്ട് കുറച്ച് അധിക പോർഷൻ, ഒരുപാടല്ല, കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഒരു ഷേപ്പ് ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ. കാരണമെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ മുകളിൽ വെച്ചാൽ അത് അകത്തോട്ട് പ്രസ്സായി പോകാത്ത വിധം വേണം അതിൻ്റെ മുകളിൽ വെച്ച് ഷേപ്പ് ഔട്ട്ലൈൻ എടുത്ത് അത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനും. നല്ല ഐറ്റംസാണ്, നമുക്ക് ഒരു എഫേർട്ടും ഇല്ല.
ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ വെറുതെ മടക്കുമ്പം തന്നെ പല ഷേപ്പുകൾ അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ നമ്മൾ മടക്കി 2 സൈഡും OHP ഷീറ്റ് കൊണ്ട് ഒട്ടിച്ചെടുക്കുമ്പം തന്നെ നല്ല ഭംഗി. അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ഡെക്കറേഷൻ ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ചെയ്യുന്ന ഡെക്കറേഷൻ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അത് കണ്ടില്ലേ, 2 സൈഡും 2 ചിറകും, അതിന് കൂടാതെ നമ്മൾ ചെറിയൊരു ബട്ടർഫ്ലൈ, ചെറിയ താഴോട്ടൊരു ചിറക് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത്, അപ്പം ബാലൻസ് ഷീറ്റ് അവിടെ ഉണ്ട്. ആ ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഒരു സിസർ കൊണ്ട് അത് ബാലൻസ് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആ ബാലൻസ് കട്ട് ചെയ്ത് നമ്മൾ ചെറിയ സിസർ കൊണ്ട് അത് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതായിരിക്കും നല്ലത്. നമ്മൾ കറക്റ്റ് അതേ ഷേപ്പ് തന്നെ ചെയ്താലും അത് അകത്തോട്ട് പോകും. അതുകൊണ്ട് കുറച്ച് ബാലൻസ് ഇടുകയാണെങ്കിൽ നമുക്ക് അതേ ഷേപ്പ് തന്നെ കിട്ടും. ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു OHP ഷീറ്റിൽ നിന്ന് നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഗ്ലാസ് ഷീറ്റ്, അതായത് ഗ്ലാസ് പോലെ തന്നെ നമുക്കത് തോന്നിക്കും. ഒരു സൈഡ് 2 സൈഡും കവർ ചെയ്യുമ്പോൾ ഒരു ക്രിസ്റ്റലിൻ്റെ മോഡലായിട്ട് തന്നെ നമുക്ക് തോന്നും. കറക്റ്റ് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ അതിൻ്റെ ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഡെക്കറേഷൻ ചെയ്യുന്നത്. എല്ലാം പാർട്ടായിട്ട് നമ്മളത് ഒട്ടിച്ച ഭാഗങ്ങളെല്ലാം ബാലൻസ് ഉള്ള ഷീറ്റുകളെല്ലാം നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് അത് മാറ്റിയപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഒരു ഗ്ലാസ് നല്ല ഭംഗിയായിട്ട് നമ്മൾ 2 വിങ്സ് 2 സൈഡിലും അതുപോലെ തന്നെ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഇതിപ്പോൾ 1 സൈഡ് മാത്രമേ നമ്മൾ ഗ്ലാസ് ഷീറ്റ് വെച്ച് ഒട്ടിച്ചിട്ടുള്ളൂ. അതിൽ ബ്ലാക്കും വൈറ്റും, ആദ്യമേ വൈറ്റ് കൊണ്ട് ഞാനത് കളർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ചെയ്ത്, കാരണം ഇതെല്ലാം ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എടുപ്പോടുകൂടി ഇരിക്കാനായിട്ടാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡെക്കറേഷൻ ഐറ്റംസും അതിലോട്ട് ഫില്ല് ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് തെർമോക്കോളിൻ്റെ ബബിൾസ് ഉണ്ടായിരുന്നു, അതും എല്ലാം ഫില്ല് ചെയ്ത് മനോഹരമാക്കി നമുക്ക് എടുക്കാൻ പറ്റും. നല്ലൊരു ഡെക്കറേഷൻ ഐറ്റവുമാണ്. എല്ലാവർക്കും അത് ചെയ്ത് നോക്കാം.